UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നാണ് RSP. RSPക്ക് കഴിഞ്ഞ 2 ഇലക്ഷനകത്തും സീറ്റുകൾ ഒന്നുമില്ലായിരുന്നു. 2011 ഇലക്ഷനാണ് ഇതിനു മുമ്പ് നിയമസഭാ സീറ്റ് RSPക്ക് ഉണ്ടായത്. അതിനുശേഷം പിന്നെ നിയമസഭാ ഇലക്ഷനിൽ RSP ഇതുവരെ നിലം തൊട്ടിട്ടില്ല, തോറ്റിട്ടേ ഉള്ളൂ. 2016-ലും 2021-ലും അവർ തോറ്റിട്ടേ ഉള്ളൂ. UDFിനൊപ്പം എത്തിയ ശേഷം അവർക്ക് ലോക്സഭയിലേക്കുള്ള സീറ്റ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും നിയമസഭയിലേക്ക് വൻ പരാജയമാണ്. തദ്ദേശ ഇലക്ഷനിൽ ചിലയിടങ്ങളിൽ ചില മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് RSPക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നടക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് RSP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കകത്ത് മാറ്റമുണ്ടെന്നും അതുകൊണ്ട് തന്നെ RSPക്ക് സാധ്യതയുണ്ടെന്നുമാണ് RSP നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ തങ്ങൾ മത്സരിക്കാമോ സീറ്റുകളിനകത്ത് മാറ്റം ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2021 ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും 5 ഇടങ്ങളിലാണ് RSP മത്സരിച്ചത്. RSPയുടെ സ്വന്തം തട്ടകമായ ചവറ, പിന്നെ കുന്നത്തൂർ, പിന്നെ എരവിപുരം, പിന്നെ മട്ടന്നൂർ, പിന്നെ ആറ്റിങ്ങൽ എന്നിങ്ങനെ 5 മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത്. ഇതിൽ മട്ടന്നൂരും ആറ്റിങ്ങലും യാതൊരു സാധ്യതയുമില്ലായിരുന്നു. അത് മാത്രമല്ല 2021 ഇലക്ഷനകത്ത് മട്ടന്നൂരിലും ആറ്റിങ്ങലും ദയനീയ പരാജയമായിരുന്നു. മട്ടന്നൂരിൽ KK ശൈലജ ടീച്ചർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് RSPയുടെ സ്ഥാനാർത്ഥിയെ തകർത്തിട്ടാണ് നിയമസഭയിലെത്തിയത്. RSPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ചവറയും കുന്നത്തൂരും എരവിപുരം മാത്രമാണ്. മുൻപ് അവിടുന്ന് RSPയുടെ സ്ഥാനാർത്ഥികൾ ശക്തമായ ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഷിബു ബേബി ജോൺ, RSPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ ഷിബു ബേബി ജോൺ വ്യക്തത തന്നെ പറയുന്നുണ്ട്, മത്സരിക്കുവാണെങ്കിൽ ചവറ മാത്രമേ മത്സരിക്കൂന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എരവിപുരം സീറ്റിന് വേണ്ടി ലീഗും ശക്തമായ രീതിയിൽ ഇടപെടുന്നുണ്ട് എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ്. മുൻപ് RSP ഇടതു മുന്നണിയിലായിരുന്ന കാലത്ത് എരവിപുരം സീറ്റിനകത്ത് മത്സരിച്ചിരുന്നത് ലീഗായിരുന്നു. പിന്നെ അവിടെ RSP വീണ്ടും UDFിലോട്ട് എത്തിയ സമയത്താണ് ആ സീറ്റ് പിന്നെ വീണ്ടും RSPക്ക് പോയത്. CPM അവിടെ പിന്നെ നൗഷാദിനെ മത്സരിപ്പിക്കുകയും നൗഷാദ് തുടർച്ചയായി 2 തവണ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് RSP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു തോന്നൽ UDFിനകത്തുള്ള പല അണികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഓരോ മുന്നണിയുമുള്ളത്. അതിനാൽ തന്നെ RSP തങ്ങളുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ കാര്യം ആറ്റിങ്ങലും മട്ടന്നൂരും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് തീർത്തു പറഞ്ഞ കാര്യമാണ്. മട്ടന്നൂരിൽ പാർട്ടിക്ക് ഒരൊറ്റ കമ്മിറ്റി മാത്രമേ ഉള്ളൂ, മൊത്തം മണ്ഡലത്തിൽ ഒരൊറ്റ കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ പോയി മത്സരിച്ച് യാതൊരു കാര്യവുമില്ലെന്ന് അവർ വ്യക്തത തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് മത്സരിക്കാൻ താല്പര്യം. അതല്ലാതെ ഏതെങ്കിലും ഇടത്ത് പോയി മത്സരിച്ച് തോൽക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല. ആറ്റിങ്ങലും മട്ടന്നൂരും അതുപോലത്തെ മണ്ഡലങ്ങളാണ് എടുത്തു തന്നെ പറയുന്നുണ്ട്. കൊല്ലം ജില്ലയോട് ചേർന്നുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അവർ വ്യക്തമായിട്ട് പരിശോധിക്കുന്നത്, താല്പര്യപ്പെടുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ അത്ര ശുഭമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇലക്ഷനോട് അടുക്കുമ്പോഴത്തേക്കും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് UDFിനകത്താണ്. അതിൻ്റെ മറ്റൊരു തുടക്കമാണോ ഇപ്പോഴത്തെ പുതിയ അസ്വാരസ്യം കാര്യമാണ് ചേർത്ത് പറയേണ്ടത്. എന്തൊക്കെയായാലും RSP നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങലും മട്ടന്നൂരും മത്സരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല, ജയിക്കാൻ സാധ്യത മണ്ഡലങ്ങൾ മത്സരിക്കാൻ താല്പര്യം. അത് മാത്രമല്ല RSPയുടെ സംസ്ഥാന നേതാവായ ഷിബു ബേബി ജോൺ ചവറ മാത്രമേ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്.